സഹോദരന്മാരെ, സഹോദരികളെ, തിരുചര്യകളെ നമ്മൾ കേട്ടു, സച്ചരിതരെ നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ വചനം ലിഖൗമി യഖിലൂൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മൾ പഠിച്ചു. പക്ഷേ ദൃഷ്ടാന്തങ്ങളിൽ, തെളിവുകളിൽ, പ്രമാണങ്ങളിൽ പഠനം നടത്തി ചിന്ത നട്ട് ആലോചിച്ച് ഗുണപാഠം ഉൾക്കൊള്ളുന്നവർ എവിടെ എന്നത് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പലപ്പോഴും അള്ളാഹു പറഞ്ഞില്ലേ, വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദി യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ എന്ന്. വാനങ്ങളിൽ, ഭുവനങ്ങളിൽ എത്രയെത്ര ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ. യമുറൂന അലൈഹ, ആ ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വഹും അൻഹാ മുഅ്രിദൂൻ, അവർ അതിനെ തൊട്ട് പുറംതിരിഞ്ഞവരോ മുഖം തിരിച്ചവരോ ആയിട്ടാണ് അവരുടെ പോക്ക് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ദൃഷ്ടാന്തങ്ങളിലൂടെ കടന്നു പോകുന്നു, കാണുന്നു, അനുഭവിക്കുന്നു, പലരും ആസ്വദിക്കുന്നു. പക്ഷേ ഗുണപാഠം ഉൾക്കൊള്ളുകയോ ഈ ദൃഷ്ടാന്തങ്ങൾ ആരുടേതാണോ ആ നാഥനെ അറിയുകയോ അവന് അർഹമായത് അവന് വകവെക്കുകയോ ചെയ്യാത്ത ദുസ്ഥിതിയാണുള്ളത്. ഇബ്നു ജരീർ അത്തബരി പറഞ്ഞില്ലേ, വകം മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദി ലില്ലാഹ് വഇബ്റത്തിൻ വഹുജ്ജത്തിൻ. വാനങ്ങളിൽ, ഭൂവനങ്ങളിൽ അള്ളാഹുവിന് എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ, ഗുണപാഠങ്ങൾ, പ്രമാണങ്ങൾ. പ്രസ്തുത ഗുണപാഠങ്ങളും പ്രമാണങ്ങളും വദാലിക കശംസ് വൽ ഖമർ വൻ നുജൂം വനഹ്വി ദാലിക മിൻ ആയാത്തിസ് സമാവാത്ത്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രാദികൾ വാനങ്ങളിലുള്ള ദൃഷ്ടാന്തങ്ങളിൽ ചിലതാണവ. വകൽ ജിബാൽ വൽ ബിഹാർ വൻ നബാത്ത് വൽ അസ്ജാർ, ഗിരിശൃംഖങ്ങൾ, സമുദ്രാഴികൾ, സസ്യലതാദികൾ, വൃക്ഷങ്ങൾ തുടങ്ങിയുള്ള വഗൈരി ദാലിക മിൻ ആയാത്തിൽ അർദ്, ഭൂമിയിലെ ദൃഷ്ടാന്തങ്ങൾ. യമുറൂന അലൈഹ, അതിലൂടെയൊക്കെ ആളുകൾ കടന്നു പോകുന്നു, നടക്കുന്നു. അള്ളാഹു പറയുന്നത് യുആയിനൂനഹ ഫയമുറൂന ബിഹ, ദൃഷ്ടിയിൽ ഇതൊക്കെ തെളിഞ്ഞ് അവർ കടന്നു പോകുന്നു. പക്ഷേ കടന്നു പോകുമ്പോൾ ഫയമുറൂന ബിഹ മുഅ്രിദീന അൻഹ, അതിൽ നിന്ന് പുറംതിരിഞ്ഞും മുഖം തിരിച്ചുമാണ് അവരുടെ കടന്നുപോക്ക്. ലാ യഅ്തബിറൂന ബിഹ, ഉദ്ദേശം അവർ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ല. വല യുഫക്കിറൂന ഫീഹ, അതിൽ അവർ ആലോചിക്കുന്നില്ല. വഫീമ ദല്ലത്ത് അലൈഹി മിൻ തൗഹീദ് റബ്ബിഹ, ഈ ദൃഷ്ടാന്തങ്ങൾ വിളിച്ചറിയിക്കുന്ന ആ ദൃഷ്ടാന്തങ്ങളുടെ നാഥനായവന്റെ ഏകത്വം, അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ല. വ അന്നൽ ഉലൂഹിയ്യത ലാ തൻബഗി ഇല്ലാ ലിൽ വാഹിദിൽ ഖഹാർ, ഏകനും എല്ലാം അതിജയിച്ചവനുമായ ആ നാഥനല്ലാതെ ആരാധനയില്ല എന്നതിനെക്കുറിച്ചും അവർ ആലോചിക്കുന്നില്ല. ഏകനും എല്ലാം അടക്കി വാഴുന്നവനുമായ അൽ വാഹിദുൽ ഖഹാറായ ആ നാഥനാണല്ലദീ ഖലഖഹ വഖലഖ കുല്ലി ഷൈഇൻ ഫദബ്ബറഹ, ആ ദൃഷ്ടാന്തങ്ങളെ പടച്ചവൻ, എല്ലാത്തിനെയും പടച്ചവൻ, എന്നിട്ട് അവയെ നിയന്ത്രിക്കുന്നവൻ. ഇബ്നു ജരീർ ഇപ്രകാരമാണ് തൻ്റെ അനുബന്ധം ഈ ആയത്തിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിൻ്റെ ഇത്തരം മഹനീയ വചനങ്ങളെ, ഇത്തരം പ്രയോഗങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ചിന്തിക്കുന്നതിൻ്റെ, ആലോചിക്കുന്നതിൻ്റെ, ഗുണപാഠം ഉൾക്കൊള്ളുന്നതിൻ്റെ അനിവാര്യത, ആവശ്യകത അത് നന്നായി നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുവാനുള്ളത്. വചനങ്ങളിൽ അശ്രദ്ധാലുക്കളായാൽ, വചനങ്ങളുടെ മുമ്പിൽ അലംഭാവികളായാൽ മലായവന്റെ മുന്നറിയിപ്പ് എത്ര കഠോരമാണ്. യൂനുസിന്റെ 7-8 വചനങ്ങൾ, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ വത്മഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ ഉലൈക മഅവാഹുമുൻ നാറു ബിമാ കാനൂ യക്സിബൂൻ. ഇവിടെ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ, നമ്മുടെ വചനങ്ങളെ തൊട്ട് അശ്രദ്ധമാകുന്നവർ, ഉലൈക മഅവാഹുമുൻ നാർ, അവർക്ക് അഭയം നരകത്തീയാകുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചത് കാരണത്താൽ എന്നാണ് അള്ളാഹുവിൽ നിന്നുള്ള അപായ സൂചനയും അപകട മുന്നറിയിപ്പും താക്കീതും. അതുകൊണ്ട് തന്നെ നമ്മൾ യഥാവിധം അള്ളാഹു നമുക്ക് കനിഞ്ഞ ബുദ്ധിയും ധിഷണയും അള്ളാഹു പ്രീതിപ്പെടും വിധം ഉപയോഗപ്പെടുത്തണം എന്നാണ് ഉണർത്തുവാനുള്ളത്.